മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ജയ് ഗണേഷ്. ഏപ്രിൽ 11-നാണ് ജയ് ഗണേഷ് തിയേറ്ററുകളിൽ റിലീസാകുന്നത്. ജയ് ഗണേഷിനെതിരെ സംഘടിതമായ ആക്രമണം നടക്കുന്നുവെന്ന ആരോപണവുമായി നടൻ ഉണ്ണിമുകുന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്ന വ്യാജ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ഉണ്ണിയുടെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം. അയോധ്യ രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദന്റേതെന്നുള്ള രീതിയിൽ വ്യാജ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. ഇതാണ് നടൻ പങ്കുവച്ചിരിക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: റിലീസ് പോലും ചെയ്യാത്ത ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര നാൾ കഴിയും? ഒരു സിനിമയെ കൊല്ലാൻ നിങ്ങൾ ജനുവരി 1 മുതൽ ആരംഭിച്ച പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഞാൻ ഒരിക്കലും പറയാത്ത വാക്കുകളും ഒരിക്കലും പറയാത്ത സ്റ്റേറ്റ്മെന്റുകളുമാണ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത്. ഇതൊക്കെ ആര് ചെയ്താലും നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇതുകൊണ്ടൊന്നും ഞാനും എൻ്റെ സിനിമയും പരാജയപ്പെടുമെന്നത് നിങ്ങൾ സ്വപ്നം കാണുക പോലും വേണ്ട. എനിക്ക് മെസ്സേജ് അയച്ച ആളോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നു, എന്നെ ശരിക്കും അറിയുന്നവർ വിവേകത്തോടെ പെരുമാറും. നിങ്ങളെ എല്ലാവരെയും തിയേറ്ററിൽ വെച്ച് കാണാം. ജയ് ഗണേഷ് ഏപ്രിൽ 11 നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്താൻ തയ്യാറെടുക്കുകയാണ്. UMF ആദ്യമായി തിയേറ്റർ വിതരണത്തിന് എത്തിക്കുന്ന ചിത്രമായിരിക്കും ജയ് ഗണേഷ്. ഇങ്ങനെയായിരുന്നു ഉണ്ണി മുകുന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ശ്രീരാമ ജ്യോതി തെളിയിക്കാത്തവരും ഉച്ചത്തിൽ ജയ് ശ്രീറാം വിളിക്കാത്തവരും എന്റെ സിനിമ കാണണ്ട എന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞെന്നുള്ള തരത്തിലായിരുന്നു വ്യാജ പ്രചരണങ്ങൾ ഉയർന്നത്. അതേസമയം ഉണ്ണി മുകുന്ദനെ നായകനാക്കി രഞ്ജിത്ത് ശങ്കർ രചനയും സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് ജയ് ഗണേഷ്. ഡ്രീംസ് ആൻഡ് ബിയോണ്ട്, ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ രഞ്ജിത്ത് ശങ്കർ, ഉണ്ണി മുകുന്ദൻ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ വ്യത്യസ്ത വേഷമായിരിക്കും ജയ് ഗണേഷിലേത് എന്നാണ് ഉണ്ണി മുകുന്ദൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. മഹിമ നമ്പ്യാർ നായികയാവുന്ന ചിത്രത്തിൽ ജോമോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിനയിക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഹരീഷ് പേരടി, അശോകൻ, രവീന്ദ്ര വിജയ്, നന്ദു തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാട് കാരണം അദ്ദേഹം അഭിനയിക്കുന്ന, അദ്ദേഹം ഭാഗമാകുന്ന ഒരു ചിത്രത്തെ മുഴുവനായും പരാജയപ്പെടുത്തുന്നത് തീർത്തും കുറ്റകരം തന്നെയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.